ചാനൽ ട്രിനിറ്റി വോയിസ്. എൻ്റെ രാജാവെഴുന്നള്ളുമ്പോൾ തൻ്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി താൻ മാർവിലെന്നെ ചേർത്തിടും തൻ പൊന്നുമാർവിൽ മുത്തിടും തൻ മാർവിലെന്നെ ചേർത്തിടും തൻ പൊന്നുമാർവിൽ മുത്തിടും തൻ ഹായനിക്ക് മഹാഭാഗ്യം ദൈവമേ നീയൊരുക്കിയേ ഹായനിക്ക് മഹാഭാഗ്യം ദൈവമേ നീയൊരുക്കിയേ എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോകാം. ഉൽപ്പത്തി ഓർ ജനസിസ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 19-ാമത് വാക്യം. ജനസിസ് ചാപ്റ്റർ 14:19. അവൻ അവനെ അനുഗ്രഹിച്ചു, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. And he blessed him and said, Blessed be Abram of the Most High God, possessor of heaven and earth. Second session. Requirements in the book are the purpose-driven life. Sensates love God with their senses and appreciate beautiful worship services that involve their sight, taste, smell and touch, not just their ears. Traditionalists draw closer to God through ritual, liturgies, symbols and unchanging structure. Ascetics prefer to love God in solitude and simplicity. Activists love God through confronting evil, battling injustice and working to make the world a better place. Caregivers love God by loving others and meeting their needs. Enthusiasts love God through celebration. Contemplatives love God through adoration. Intellectuals love God by studying with their minds. Third സെഷനിലേക്ക് പോവാം. പ്രൊവേർബ്സ് ഓർ സദൃശവാക്യങ്ങൾ. സദൃശവാക്യങ്ങൾ 13-ാം അധ്യായത്തിൻ്റെ 16-ാമത് വാക്യം. Proverbs 13:16. സൂക്ഷ്മബുദ്ധിയുള്ള അവന് പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു, ഭോഷനോ തൻ്റെ ഭോഷത്വം വിടർത്ത് കാണിക്കുന്നു. എവരി പ്രൂഡന്റ് മാൻ ഡീലത്ത് വിത്ത് നോളേജ്, ബട്ട് എ ഫൂൾ ലേറ്റ് ഓപ്പൺ ഹിസ് ഫോളി. ഫോർത്ത് സെഷൻ. മാത്യു ചാപ്റ്റർ 6:1. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത് വാക്യം. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ടേക്ക് ഹീഡ് ദാറ്റ് ye do not your alarm on arms before men to be seen of them, otherwise ye have no reward of your Father which is in heaven. ഇനി നമുക്ക് അടുത്ത വായനാ ഭാഗം എന്നും ചിന്തിക്കുന്നത് നമുക്ക് നോക്കാവേ. ഇന്നത്തെ അതിൻ്റെ മെയിൻ ഹെഡിങ് അത്യുജ്വല മഹത്വം. മർക്കോസ് 9:2-10 വരെ. ഒരാഴ്ച കഴിഞ്ഞ് യേശു പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ കൂട്ടിക്കൊണ്ട് ഉയർന്നൊരു മലയിലേക്ക് കയറിപ്പോയി. അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ശിഷ്യന്മാർ നോക്കി നിൽക്കെ തന്നെ യേശുവിന് രൂപാന്തരമുണ്ടായി. വസ്ത്രത്തിന് വെട്ടിത്തിളങ്ങുന്ന വെണ്മ നിറമായി. പെട്ടെന്ന് ഏലിയാവും മോശയും അവിടെ
പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കൂടാരം നിർമ്മിക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. എന്താണ് പറയേണ്ടതെന്ന് തന്നെ പത്രോസിന് അറിഞ്ഞുകൂടായിരുന്നു. അത്രയധികം അവർ ഭയവിഹ്വലരായിരുന്നു. അപ്പോൾ ഒരു മേഘം വന്നവരെ മറച്ച് മേഘത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുക. ശിഷ്യന്മാർ ചുറ്റും നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ ആരെയും തങ്ങളുടെ കൂട്ടത്തിൽ കണ്ടില്ല. മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ കണ്ടത് ആരോടും പറയരുത്. മനുഷ്യനായി തീർന്നവനായ ഞാൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഇത് രഹസ്യമായിരിക്കട്ടെ. അവർ അതനുസരിച്ച്, എന്നാൽ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞത് എന്താണെന്ന് അവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം കണ്ടൻറ്റ് നോക്കാം. കണ്ടൻറ്റ് അല്ലെങ്കിൽ ഉള്ളടക്കം. ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തിയുടെ. അവൻ അവനെ അനുഗ്രഹിച്ച് സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. And we blessed him and said, Blessed be Abram of the Most High God, possessor of heaven and earth. Second session. റിക്വയറിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൻ ലൈഫിലേക്ക്. Traditionalists draw closer to God through rituals, liturgies, symbols and unchanging structure. Third session. പ്രൊവർബ് ഓർ സദൃശവാക്യങ്ങൾ. സൂക്ഷ്മബുദ്ധിയുള്ള ഏവനും പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു, ഫോഷത്വം വിടർത്ത് കാണിക്കുന്നു. എവരി prudent man dealeth with knowledge, but a fool layeth open his folly. Fourth session. മാത്യു. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങളുടെ പ്രതിഫലമില്ല. Take heed that ye do not your alms before men, to be seen of them, otherwise ye have no reward of your Father which is in heaven. നമ്മുടെ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. God bless you abundantly.